വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സാറ്റർഡേ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് എനിക്ക് പ്ലേസ്മെൻറ്റും ഇല്ല, ജോലിയാണെങ്കിൽ രാത്രി 6 to 10 ആണ് എനിക്കിന്ന് ഷിഫ്റ്റ് ഉള്ളതാകെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്ര നേരം വീട്ടിലിരിക്കണ്ട, നമുക്ക് പുറത്തെങ്ങാനും പോവാം. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രോസറി മേടിക്കാനുണ്ട്. സോ നമുക്ക് വേഗം റെഡി ആവണം. മുന്നേ നമുക്ക് കുറച്ച് ലോണ്ട്രി വാഷ് ചെയ്യാനുണ്ട്, ലോണ്ട്രി ചെയ്യാനുണ്ട്. അപ്പോൾ അതാദ്യം നമുക്ക് ചെയ്യാം. പോയിട്ട് ക്ലോത്ത്സ് എടുത്തിട്ട് വരാം. ദിസ് ഇസ് മൈ ഡ്രസ്. ഞാൻ ലാസ്റ്റ് ഇയർ ഈ സമയത്ത് H&M മേടിച്ചൊരു ഡ്രസ്സാണ്. ലൈക്ക് ഞാൻ ഇതുവരെ ഒരു വട്ടം എന്തോ ആണ് ഇട്ടിട്ടുള്ളൂ. ലൈറ്റിങ് ചെറിയ ഇഷ്യൂ ഉണ്ട്, ബട്ട് ലെറ്റ്സ് സ്റ്റാർട്ട് ഗെറ്റിംഗ് റെഡി. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ കുറച്ച് അവസാനം ഔട്ട്ഫിറ്റ് ഫുൾ കാണിക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഈ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. സോ നമുക്ക് മോയ്സ്ചറൈസറാണ്. മൈൻ ഈസ് വെരി ഡ്രൈ സ്കിൻ. സൺസ്ക്രീൻ ഞാനിത് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത സൺസ്ക്രീനാണ്. ഇത് ന്യൂട്രിജനയുടെ സൺസ്ക്രീനാണ്. എനിക്ക് കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട് ഈ സൺസ്ക്രീനിന്, പക്ഷെ അത് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് തരാം. ഗ്ലോസ് കുറച്ച് ഇടുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക് ഇടുന്നത്. ഇന്ന് ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ഈ ഒരു ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്ത് നോക്കാം. ലുക്സ് ബെറ്റർ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡായിട്ടുണ്ട്. ഇത് മസ്കര കണ്ടുപോയി. നമ്മളിപ്പോൾ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ണിൽ. നമുക്കിനി മുടി ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ തിരിച്ചു. ഇന്ന് ആക്ച്വലി അത്ര ഗുഡ് ഹെയർ ഡേ ഒന്നുമല്ല, പക്ഷെ ഞാൻ എന്തായാലും സ്ട്രൈറ്റനിങ് ചെയ്യണില്ല എന്ന് വിചാരിച്ചു. ഇതാണ് ലാസ്റ്റായിട്ടാട്ടിൻ്റെ കൂടെ ഞാൻ ഇടുന്നുണ്ട്. ആസ് യു ക്യാൻ സീ വി ആർ ഓൾമോസ്റ്റ് റെഡി. ഇനി ഞാൻ ഈ എടുത്ത സാധനങ്ങൾ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ എടുത്ത് എൻ്റെ ഷെൽഫിലോട്ട് വെച്ചിട്ട് ഞാൻ എൻ്റെ ബാഗും കൂടെ പാക്ക് ചെയ്തിട്ട് നമുക്ക് വയ്ക്കാറാണ്. സോ നമ്മൾ റെഡി ആയിട്ടുണ്ട്. വീക്കെൻഡ് ആയ കാരണം എനിക്ക് എൻ്റെ പ്ലേസ്മെൻറ്റ് സൈറ്റിൽ നിന്ന് തന്ന ബസ് പാസ് വർക്ക് ചെയ്യില്ല. ഞാനൊരു ബസ് ടിക്കറ്റ് മേടിച്ചിട്ട് വേണം നമുക്കിന്ന് മുകളിലോട്ടൊക്കെ പോകാൻ. സോ നമുക്ക് ഇവിടെ അടുത്താണ് ഷോപ്പേഴ്സ്, അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ബസ് പാസ് മേടിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോപ്പേഴ്സ് ചെയ്യും. നല്ല വെയിലുണ്ട്. അപ്പോൾ നന്നായി ഇത്രയും സൺസ്ക്രീൻ വാരിയിട്ടത്. ബസ് ടിക്കറ്റ്സ് കിട്ടി. അടുത്ത ബസ് വരാൻ ഇനിയും 10 minutes എടുക്കും. സോ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. 10 minutes ഒന്നും അല്ല കേട്ടോ, അതിന് മേലെ എടുത്തു. ആ നട്ടപ്പുറ വെയിലത്ത് നല്ല ചൂടുണ്ടായിരുന്നു. എനിക്കറിഞ്ഞൂടെ സമ്മർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഭയങ്കര ഒരു ട്രാൻസിഷൻ, ഭയങ്കര ചൂടും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബസ് വന്നു. ഞാൻ മോളിൽ കയറി അങ്ങനെ കുറച്ച് ഷോപ്സിലൊക്കെ പോയി. അത് കഴിഞ്ഞ് ഞാൻ കയറിയതാണ് സെഫോറയിലേക്ക്. സെഫോറയിൽ പോയിട്ട് ഞാൻ 2-3 പ്രോഡക്റ്റ്സൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ സമയം നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് ലേറ്റായി. എനിക്ക് ഇനി 6 മണിക്ക് ഷിഫ്റ്റിന് എത്തണമെങ്കിൽ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി വീട്ടിൽ പോയിട്ട് വേണം റെഡി ആയിട്ട് ഷിഫ്റ്റിന് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഓടിപ്പോയി ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. ഇതൊരു കോംബോ പോലെയായിരുന്നു. ഒരു മീറ്റ് ഉണ്ടായിരിക്കും, ഈതർ റൈസ് അല്ലെങ്കിൽ നൂഡിലായിരിക്കും ഉണ്ടാവുക, പിന്നെ ഒരു വെജിറ്റബിൾ സാലഡ് പോലെ ഒരു സാധനം അതായിരുന്നു ഉണ്ടായിരുന്നത്. സോ അതാണ് റൈസാണ്, ഞാൻ ഫ്രൈഡ് റൈസാണ് ഞാൻ ചൂസ് ചെയ്തത്. വലിയ കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെയും മോളൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആ മോളിൽ പോണ. ബൈ ദ വേ
ഞാൻ ബസ്സൊക്കെ നോക്കി പുറത്തിറങ്ങി. അടുത്ത് നമുക്ക് വിന്നേഴ്സിലേക്ക് പോകണം. ഒരു വാച്ച് മേടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിക്കണം വിന്നേഴ്സിൽ നല്ലതുണ്ടാവുമെന്നാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. നല്ലതുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. അല്ലെങ്കിൽ അടുത്ത ബസ് എടുത്ത് വീട്ടിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് വേണം എനിക്ക് ഷിഫ്റ്റിന് കയറാൻ. വിന്നേഴ്സിൽ പോയ കാര്യം നടന്നില്ല. ഞാൻ വേഗം വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറി ജോലിക്ക് പോവാം. ജസ്റ്റ് ഇപ്പോൾ വീട്ടിലെത്തിയുള്ളൂ. വേഗം റെഡി ആയിട്ട് നമുക്ക് വേഗം ബസ്സുണ്ട്. അപ്പോൾ ബസ് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് നല്ല ടയർഡാവുകയാണ് പെട്ടെന്ന്. എനിക്ക് ഓൾറെഡി തലവേദനയും വന്നു. ഇനിയിപ്പോൾ 4 hour ഷിഫ്റ്റേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓൺ ടൈം, അതുകൊണ്ട് കുഴപ്പമില്ല, ഓടണ്ട. അല്ലെങ്കിൽ ഞാൻ എന്നും റോഡ് ക്രോസ് ചെയ്യുന്നത് ഓടിയിട്ടായിരിക്കും. എന്നും ഞാൻ ഈ ബസ് എടുക്കാൻ ലേറ്റാ. നഴ്സിൽ പോയിട്ട് ഒരു കാര്യം ഉണ്ടായില്ല കേട്ടോ. ഞാനൊന്നും വാങ്ങിച്ചില്ല. ഉദ്ദേശിച്ച പോലെ വാച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അയ്യോ, എന്തെങ്കിലും വാങ്ങി കുടിക്കണം. ഭയങ്കര ചൂട്. എന്തെങ്കിലും ഡ്രിങ്ക് എന്തെങ്കിലും വാങ്ങിക്കണം നമുക്ക് നോക്കാം. ഇപ്പം തന്നെ വീട്ടിലെത്തിയിട്ടുള്ളൂ. ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഓൾറെഡി 10:35 ആയി. അപ്പം ഞാൻ വിചാരിക്കണേ ക്ലിയറൻസിൽ നമുക്ക് കോവയ്ക്ക കിട്ടിയിട്ട് നമുക്കത് ഉപ്പേരി വയ്ക്കാം. ഉപ്പേരിയല്ല, മെഴുക്ക് വരട്ടി വയ്ക്കാം. അപ്പം ഞാൻ ചോറും കോവയ്ക്ക മെഴുക്ക് വരട്ടിയും വയ്ക്കാം എന്നാണ് വിചാരിക്കണേ. കുക്ക് ചെയ്യുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുക്ക് ചെയ്ത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും നെക്സ്റ്റ് ഡേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പോലെ കുറച്ച് ചോറും കൂടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.